Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, ma'am. Good afternoon. Good afternoon, Miss. Good afternoon. Afternoon, Miss. എന്നെ പരിചയമുണ്ടോ ഇതിനു മുമ്പ്? No, teacher. No, Miss. ഇല്ല. Yes, ma'am. PG ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. പി ജിയിലുള്ള സ്റ്റുഡൻസിന് അറിയാം. പി ജി ക്ലാസ് എടുക്കുന്നുണ്ട്. അല്ലാത്തവർക്ക് ഡിപ്ലോമക്കാർക്കാണ് അറിയാൻ സാധിക്കാത്തത് കേട്ടോ. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടി ഞാനൊന്ന് നിന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് അശ്വതി എന്നാണ്. മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആണ്. മോണ്ടിസോറി ബാച്ചുകൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോ നിങ്ങൾക്ക് ഇനിയുള്ള ഈ എല്ലാ വെനസ്ഡേസിനും ഞാനായിരിക്കും കയറുക. ഓക്കെ. വെൽക്കം, മിസ്. Good afternoon, teacher. Welcome to our class. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഫ് യു. എക്സ്ക്യൂസ് മീ, മിസ് ഷെറീന മിസ്സിന് വരില്ലേ? ഷെറിന മിസ് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവില്ല. കുറച്ച് നാളത്തേക്ക് ലീവ് എടുത്തിരിക്കുകയാണ് കേട്ടോ. ഞാനാണ് ഉണ്ടാവുക. ഓക്കെ ഓക്കെ ഓക്കെ. വെൽക്കം, മോസ്റ്റ് വെൽക്കം ടു അവർ ക്ലാസ്. താങ്ക് യു. ഇപ്പൊ ഞാൻ എടുക്കാൻ പോകുന്ന ഷെറിന മിസ് ഏതായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്? മൊഡ്യൂൾ 3 ആണ് തോന്നുന്നു അല്ലെ? പാർട്ട് 3 ഏതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്? പാർട്ട് 3 അല്ലേ? Maria Montessori. ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ പാർട്ട് 2 യൂണിറ്റ് 5 എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിന് എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോ ഈ ചാപ്റ്റർ എടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് പ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മിസ് ഇത് ഓൾറെഡി എടുത്തതായിരുന്നു ഈ ചാപ്റ്റർ. ആര് എടുത്തിട്ടുണ്ടായിരുന്നു? തോന്നുന്നു. ഷമിസ് എടുത്തിട്ടുണ്ടായിരുന്നോ? ആ, എടുത്തായിരുന്നു. ഓ, ഷമിസ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഷമിസ് സ്ലൈഡ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നോ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ? നോ, ഐ ഗസ്, ഐ ഡോണ്ട് നോ. മിസ്സിന് സ്ലൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല. പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അത് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇല്ല. അപ്പൊ നമുക്കൊന്ന് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഞാൻ മിസ്സേ, എന്താണ് പ്രയർ ഓഫ് ദ ഡേ മിസ്സേ. പ്രയർ എനിക്കറിയാം. പ്രയർ തോട്ട് ഓഫ് ദി ഡേ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം പ്രയറിൽ സ്റ്റാർട്ട് ചെയ്യാം. ദെൻ തോട്ട് ഓഫ് ദി ഡേ പറയാം. അത് കഴിഞ്ഞ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ പ്രയർ ചെയ്തോളൂ കേട്ടോ. Okay, miss. Myself, ആരാണ് പ്രയർ ചെയ്യുന്നേ? സൈനിങ് ആരാ? മിസ് ഇന്ന് സൈനില്ല. പ്രയർ, തോട്ട് ആൻഡ് ഇന്നത്തെ ഡേയുടെ പ്രത്യേകത എന്താന്ന് അതിനെ കുറിച്ച് പറയും. അപ്പൊ പ്രയർ ചെയ്തോളൂ കേട്ടോ. ആരാണ് പ്രയർ ചെയ്യുന്നതെന്ന്? ശ്രീലക്ഷ്മി. ഞാനാ മിസ് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി ഗോകുൽ. ഓക്കെ, പ്രയർ ചെയ്തോളൂ. Lord, thank you for a new day. Please go before me and clear the way. Thank you for protecting me. Thank you for guiding me. Thank you for loving me. In Jesus' name, Amen. God in heaven, hear my prayer. Keep me in your loving care. Be my guide in all I do. Bless all those who love me too. Amen. Thank you, God, for this new day. Thank you for rest and for shelter, for health and for food. Thank you for my friends and my family. Thank you for challenges and for opportunities to learn. May this day be filled with love, and may I know that you are always near. Amen. Okay. Then thought of the day. Good afternoon, everyone. My name is Lakshmi. Today's thought: you are never too old to set another goal or to dream a new dream. Taught by Lewis. This quote by C.S. Lewis encourages us to keep dreaming and setting goals, no matter how old are we. It reminds us that it's never too late to try something new or pursue something we are passionate about it. Thank you. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാതെ മലയാളത്തിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? എന്താ പറഞ്ഞത്?
നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഗോള് നമ്മളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പാഷനേറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു പാഷൻ നമ്മളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നമ്മളത് എത്ര ഇതാണെങ്കിലും നമ്മളത് അച്ചീവ് ചെയ്തിരിക്കണം. നോ മാറ്റർ ഹൗ ഓൾഡ് ആർ വി ഷുഡ് അച്ചീവ് ഇറ്റ് അറ്റ് എനി കോസ്റ്റ് എന്നാണ് പറയുന്നത്. ശരിയാണല്ലേ പറഞ്ഞത്. നമുക്ക് എന്തൊരു നമ്മുടെ മനസ്സിൽ നമ്മൾ ചെറുപ്പകാലം മുതൽ അല്ലെങ്കിൽ നമ്മൾ വലുതായി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മളെ പിന്തുടരുന്ന ലക്ഷ്യങ്ങൾ ഉണ്ടാവും, ഗോൾസ് ഉണ്ടാവും അല്ലെ. അത് ഏതൊരു പീരീഡ് ഓഫ് ടൈമിലായാലും നമ്മൾ അച്ചീവ് ചെയ്തിരിക്കണം. അത് അച്ചീവ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഈ ലോകത്ത് നിന്ന് പോകാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ ഒരു തീരാനഷ്ടമായിട്ട് അത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. നമ്മളത് എപ്പോഴും ഓർക്കുന്നത് ഏതൊരു പീരീഡിലായിരിക്കും? നമുക്ക് കിട്ടാത്തതിന്റെ വേദന എപ്പോഴാണ് ഓർക്കുക? പെയിൻ എപ്പോഴും അനുഭവപ്പെടുക നമുക്ക് ഏത് സമയത്തായിരിക്കും? ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഏത് നമ്മൾ സമയത്ത്? കുറെ പ്രായം കഴിയുമ്പോ ആലോചിക്കുമ്പോ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മള് കുറച്ച് ഒന്നും ചെയ്യാനില്ലാതെ കുറച്ച് നാൾ കഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി ഒതുങ്ങി കൂടേണ്ടി വരുന്ന സമയത്തായിരിക്കും. നമ്മള് വയസ്സായി കഴിയുന്ന ഒരു സമയത്ത്, ആ ഒരു സമയത്താണ് നമ്മള് ഓർക്കുക, ഓ അതെനിക്ക് അച്ചീവ് ചെയ്യാം. പക്ഷെ അപ്പോഴത്തേനും നമ്മുടെ സമയമൊക്കെ പോയിട്ടുണ്ടാവും അല്ലെ. നമ്മളത് അച്ചീവ് ചെയ്യേണ്ട ആ ഒരു സമയപരിധിയൊക്കെ കടന്നു പോയിട്ടുണ്ടാകും. അപ്പോ അതിനുള്ളിൽ നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും നിങ്ങൾ എഫേർട്ട് എടുത്തിട്ട് ആ ഒരു ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് നോക്കുക. പല ആളുകൾക്കും പലതരത്തിലുള്ള ഗോൾസുകളാണ് ഉണ്ടാവുക. അപ്പൊ അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് നിങ്ങൾ തന്നെയാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് മാത്രമേ അതിന് പറ്റുള്ളൂ. ബാക്കി ആരും ചിലപ്പോൾ കൂടെ ആരും ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാനൊന്നും ചിലപ്പോൾ ഉണ്ടാവണം എന്നില്ല. എന്നിരുന്നാൽ കൂടി എന്ത് ചെയ്യുക, ഒറ്റയ്ക്ക് തന്നെ അതിനു വേണ്ടിയിട്ട് കഠിനമായിട്ട് തന്നെ പ്രയത്നിക്കുക. ഓക്കെ, വിജയം നിങ്ങളുടെ കൈക്കുമ്പിളില് എത്തുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇതാണ് പറയാനായിട്ടുള്ളത്. മാം ഇന്ന് ഇന്ത്യൻ ആർമിയുടെ ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ മെൻഷൻ റീനേഴ്സ് ചെയ്യുന്നുണ്ട്. എന്താണ് നമ്മള് ക്ലിയർ ആയി? ഒരു സെക്കൻഡ്. ഓക്കെ മാം. പറഞ്ഞോളൂ, എന്താണ് പറഞ്ഞത്? ഇന്ന് ഇന്ത്യൻ ആർമിയുടെ ആയതുകൊണ്ട് റീന ചേച്ചി നമ്മുടെ ഒരു ക്ലാസ്മേറ്റ് ഒരു സ്പെഷ്യൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. Very good afternoon to all. I welcome our new miss and all the teaching staffs and technical staff here. Being a part of Army family, I take this opportunity to talk about Army Day today. Warriors are made in the Indian Army, and today is Army Day. It is celebrated every year on 15th Jan in India in recognition of Field Marshal Kodandra M. Cariappas, then a Lieutenant General, taking over as the first Commander-in-Chief of the Indian Army from General Francis Butcher, the last British Commander-in-Chief of India, on 15th Jan 1949. This day is celebrated in the form of parades and other military shows in the national capital, New Delhi, as well as in all the headquarters. This year, India is celebrating this day with a parade being held in Maharashtra's Pune city for the first time, marking 2 years of a significant shift from the traditional venue of New Delhi. Army Day, as we all know, marks a day to salute the valiant soldiers who sacrificed their lives to protect the country and its citizens. So let us pray and salute the great warriors. Thank you. Okay, thank you. ഇനി എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പറയാൻ? ഇനിയൊന്നുമില്ല മിസ്. എന്താണ്? ഇനിയൊന്നുമില്ല. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അപ്പൊ ലാംഗ്വേജ് എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഒരു ചാപ്റ്റർ എന്താ പറയാ നിങ്ങൾക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ക്ലാസ്സിൽ വരുന്നത്. അപ്പോ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ടേബിൾ ഉണ്ട്. നമുക്കൊന്ന് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും കുട്ടികൾക്ക് ആ ടേബിൾ എടുത്തതിന് ശേഷമാണ് ഈ PDF-ലെ കാര്യങ്ങൾ പഠിപ്പിക്കുക. ഓക്കെ, അപ്പൊ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെ നമ്മൾ ഓരോ കാര്യങ്ങളും കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, അതായത് അത് ഡെവലപ്പ് ആകുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അത് ഓരോ പ്രായത്തിൽ എങ്ങനെയാണ് കുട്ടികൾക്ക് അത് ഉണ്ടാകുന്നത്, ഓരോ വേർഡ്സ് എങ്ങനെയാണ് അവർ പ്രൊനൗൺസ് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് അവർ പഠിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ടേബിളിലാണ് അനലൈസ് ചെയ്യുന്നത് കേട്ടോ. ആ ടേബിൾ ആണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും ഓക്കെ ആണോ? റെഡി ആണോ? നിങ്ങളും പറയാട്ടോ ഞാൻ ചോദിക്കുമ്പോ. ഓക്കെ മിസ്.
അപ്പോ ഫസ്റ്റ് തന്നെ എന്താ പറയാ, കുട്ടി ജനിക്കുന്നത് തുടങ്ങി കുട്ടിക്ക് 5 മാസം പ്രായമാകുന്നത് വരെ ആ ഒരു പീരീഡ് ഓഫ് ടൈമില് കുട്ടിക്ക് ഉണ്ടാകുന്ന ലാംഗ്വേജ് ഡെവലപ്മെന്റ് അതെന്തൊക്കെയായിരിക്കാം ഉണ്ടാവുക? എന്തൊക്കെ കുട്ടി ആദ്യം വാക്കുകൾ പറയോ? ജനിക്കുമ്പോ തന്നെ വാക്കുകൾ പറയാറുണ്ടോ? No. ഇല്ല. പിന്നെ എങ്ങനെയാണ് ആ കുട്ടിയുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആവുക? എങ്ങനെയാണ് അതിനെ പ്രകടിപ്പിക്കുക? Face expressions like അല്ലെങ്കിൽ കരയ അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് അല്ലേ? ചെറിയ ചെറിയ എക്സ്പ്രഷൻസ്. കൂസ് എന്ന് പറയോ കേട്ടോ. COOS കൂസ് എന്ന് പറയും. അതെന്താണ്? അതായത് കുട്ടിയുടെ ഒരു ശബ്ദമാണ് ജനിക്കുമ്പോ തന്നെ. അതായത് ഒരു മൂളൽ ഉണ്ടാവില്ലേ, അതിനെയാണ് അതിനെ പറയുന്നത് കേട്ടോ. ചെറിയ ചെറിയ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുക. അതുപോലെ തന്നെ വോക്കലൈസ് പ്ലഷർ ആൻഡ് ഡിസ്പ്ലഷർ സൗണ്ട്സ് ഡിഫറെന്റ്ലി. അതായത് സന്തോഷം, കുട്ടിക്ക് ഉണ്ടാകുന്ന ആ സന്തോഷം, അതുപോലെ തന്നെ കുട്ടിക്ക് ഉണ്ടാകുന്ന ഇഷ്ടക്കേടുകള്, ഇതൊക്കെ കുട്ടി പ്രകടിപ്പിക്കും ഇല്ലേ? എങ്ങനെയാണ് പ്രകടിപ്പിക്കുക കുട്ടിയത്? കുട്ടിക്ക് സന്തോഷം ഉണ്ടാവുകയാണെങ്കിലും അല്ലെങ്കിൽ സന്തോഷമല്ലാത്ത, അതായത് സാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും കുട്ടി അത് പ്രകടിപ്പിക്കാനായിട്ട് നോക്കും. എങ്ങനെയാണ് കുട്ടി ഇത് പ്രകടിപ്പിക്കുക? ഒരു പർട്ടിക്കുലർ സൗണ്ട് ഉണ്ടാക്കില്ലേ? പർട്ടിക്കുലർ സൗണ്ട് ഉണ്ടാക്കും അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് ലൈക്ക് ഇതില് വീഡിയോസിലൊക്കെ കിഡ് ന്യൂ ബോൺസ് ഒക്കെ ഇങ്ങനെ ഓരോ ഇപ്പൊ ഒരു വിശപ്പനാണെങ്കിലും വേറൊരു പ്രത്യേക സൗണ്ട് ആയിരിക്കും. ലൈക്ക് സന്തോഷം വരുമ്പോ ദാറ്റ് വിൽ ബി ഡിഫറെന്റ് കൈൻഡ് ഓഫ് സൗണ്ട്. പർട്ടിക്കുലർ ആയിട്ടുള്ള സൗണ്ട് ആയിരിക്കും. ഓക്കെ. അവർക്ക് എന്തെങ്കിലും ദുഃഖം ഉണ്ടെങ്കിൽ അവർ കരയുന്നതായിരിക്കും ഓൾമോസ്റ്റ്. വാശി പിടിച്ച് എത്ര എടുത്താലും എത്ര നമ്മള് സമാശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും അത് നടക്കില്ല. ഓക്കെ. കുട്ടി ചിരിക്കും അല്ലെ? കുഞ്ഞുങ്ങളെങ്ങനെയാണ് ചിലപ്പോ ഭയങ്കരമായിട്ട് ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉറങ്ങുന്ന സമയത്തൊക്കെ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കരയും. കരച്ചിൽ വന്നാല് കരഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്താ പറയാ ഇഷ്ടക്കേടുകൾ മുഖത്തൊക്കെ കാണിക്കും. എന്തെങ്കിലും നമ്മൾ പറയുമ്പോഴോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴോ ആ മുഖത്ത് അത് എക്സ്പ്രസ് ചെയ്യും കുട്ടി അല്ലെ? അപ്പോ അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ കുട്ടി ശബ്ദം ഉണ്ടാക്കും. കുട്ടിയുടെ പാരന്റ്സ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വേണം എന്നാണ് പറയുന്നത്. കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ അത് വളരെയധികം ഇമ്പോർട്ടൻസ് വഹിക്കുന്നുണ്ട്. കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ 5 മാസം വരെയുള്ള കുട്ടികളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. 5 മാസം വരെയുള്ള കുട്ടികളുടെ മുഖത്ത് നോക്കി നമ്മൾ സംസാരിക്കുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? ശബ്ദം ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് അങ്ങനെ ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടല്ലേ? അപ്പൊ എന്തൊക്കെ ശബ്ദങ്ങളാണ് കുഞ്ഞുണ്ടാക്കുക അങ്ങനെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ? എന്തൊക്കെ എക്സ്പ്രഷൻസ് ആണ് ഉണ്ടാവുക? ഒന്ന് ഷെയർ ചെയ്യാമോ? നമ്മുടെ കണ്ണിലേക്ക് അവർ നോക്കും. പിന്നെ നമ്മൾ എന്താ പറയണേന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചൊക്കെ നോക്കും. നമ്മുടെ ലിപ്പ് മൂവ്മെന്റ് ശ്രദ്ധിക്കും. നമ്മൾ എങ്ങനെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ളതിന്റെ ആ ലിപ്പ് എങ്ങനെയാണ് അനങ്ങുന്നത് എന്നുള്ളത് ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ഇത്രയും കാര്യങ്ങൾ അവര് ചിരിക്കും. പിന്നെ നമ്മുടെ എക്സ്പ്രഷൻ അനുസരിച്ച് അവരും അവരുടെ മുഖവും അങ്ങനെ ഒരു ഇതിലൊക്കെ കാണിക്കും. അവര് നമുക്ക് ഭയങ്കര എന്താ പറയാ ഭയങ്കര ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് എനിക്കെന്താ പറയാ നമ്മുടെ വോയിസ് മോഡുലേഷൻ മാറുന്നതിനനുസരിച്ച് അവരുടെ എക്സ്പ്രഷൻ മാറും. നമ്മളിപ്പോ കുഞ്ഞുങ്ങളോട് ഒന്നിങ്ങനെ ദേഷ്യപ്പെടുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ അവര് പേടിക്കുന്ന പോലെ ഇങ്ങനെ മുഖത്ത് അവരുടെ ഭാവങ്ങൾ മാറി ചുണ്ടൊക്കെ ഇതാക്കി കാണിക്കും. അവര് ഇടുമ്പട പോലെയൊക്കെ കാണിക്കും. നമ്മുടെ വോയിസ് മോഡുലേഷൻ ചേഞ്ച് ആകുന്നതിനനുസരിച്ച് അവരുടെ എക്സ്പ്രഷനും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ കൂടുതലായിട്ടും ഇപ്രായത്തിലുള്ള അല്ലെങ്കിൽ ഈ ഒരു പീരീഡ് ഓഫ് ടൈമിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാല് ആ കുട്ടികൾ കൂടുതലായിട്ട് ചിരിക്കും, കരയും, അതുപോലെ തന്നെ ഇഷ്ടക്കേടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് കുട്ടി ഈ ഒരു പ്രായത്തില് ചെയ്യുന്നത്. ഓക്കെ. കൂടുതലും ശബ്ദങ്ങളായിട്ടാണ് കുട്ടിക്ക് ഈ പ്രായത്തിലെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത് കേട്ടോ. കൂടുതൽ സൗണ്ട്സ് ആണ് കുട്ടി ഉണ്ടാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. പിന്നെ അടുത്തത്
6 months തുടങ്ങി 11 months വരെ, 6 മാസം തുടങ്ങി 11 മാസം വരെയുള്ള കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഞാൻ ലാസ്റ്റ് ഇതിന്റെ ഒരു ടേബിൾ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഒന്നിലേക്ക് നോട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, ലാസ്റ്റ് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടാല് നിങ്ങൾ ഒന്നും എനിക്ക് എന്താ പറയാ കാണാനായിട്ട് പറ്റില്ല. ഞാൻ മാത്രം ഇങ്ങനെ പറയുന്നത് പോലെ ആയിപ്പോകും. അതുകൊണ്ടാണ് എടുത്തിട്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞു വന്നത്, നമ്മള് 6 മാസം തുടങ്ങി 11 മാസം വരെ. ഇതിനകത്ത് ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് നോ നോ എന്ന് കുട്ടി മനസ്സിലാക്കുന്നു. ഇല്ല ഇല്ല അല്ലെങ്കിൽ നോ നോ എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് കേട്ടോ. ഇല്ല ഇല്ല, എന്തെങ്കിലും കുട്ടിക്ക് ഇഷ്ടപ്പെടാത്തുണ്ടെങ്കിൽ ചിലപ്പോൾ മുഖം ചിലപ്പോൾ വെട്ടിക്കുന്ന ആ ഒരു ഇതൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോ നോ എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബബിൾ സൗണ്ട് ആയിട്ടുള്ള ബാബിൾ സൗണ്ട് ആയിട്ടുള്ള ബാ ബാ ബാ, അതുപോലെ തന്നെ ഡാ ഡാ എന്നിങ്ങനെയുള്ള വാക്കുകളൊക്കെ കുട്ടി ഉച്ചരിക്കുന്നുണ്ട്, പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. ബാ ബാ ബാ, മാ മാ മാ, ഡാ 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 ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കുട്ടി പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ശരിയല്ലേ? അങ്ങനെയുള്ള സൗണ്ട്സ് ഒക്കെ കുട്ടി പുറപ്പെടുവിക്കാറില്ലേ? മാ മാ മാ, ഡാ ഡാ ഡാ, ബാ ബാ ബാ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. അതുപോലെ തന്നെ കുട്ടിയുടെ ആക്ഷൻസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. മറ്റുള്ള ആളുകളുമായിട്ട്, പാരന്റ്സുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിലുള്ള റിലേറ്റീവ്സുമായിട്ടായിരിക്കാം. കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ എക്സ്പ്രഷനിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങള് റിപ്പീറ്റ് ചെയ്യാനായിട്ട്, അത് പറയാനായിട്ട് ശ്രമിക്കുന്നു. ആദ്യം കുട്ടി എന്താ ചെയ്തത്, 5 മുതൽ ജനിച്ച അന്ന് തുടങ്ങി 5 മാസം വരെ കുട്ടികൾ എന്താ ചെയ്യുന്നേ, സംസാരിക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കുക ചെയ്യുന്നത്. പക്ഷെ 6 മാസം തുടങ്ങി 11 മാസം വരെയുള്ള ആ ഒരു കാലഘട്ടത്തില് കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സംസാരിക്കുന്നത് ആവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു, പറയാനായിട്ട് കുട്ടി ശ്രമിക്കുന്ന ഒരു സ്റ്റേജ് ആണെന്ത്, ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ കുട്ടി ആദ്യ വാക്ക് പറയുന്നതും ആദ്യ വേർഡ് പറയുന്നതും ഈ 6 തുടങ്ങി 11 മാസം വരെയുള്ള കാലഘട്ടത്തിലാണ് കേട്ടോ. ഫസ്റ്റ് വേർഡ് പറയുന്നു, കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ ഫസ്റ്റ് വേർഡ് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. മാ മാ മാ, ഡാ ഡാ ഡാ, ബാ 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 എന്നിങ്ങനെ ഉച്ചരിക്കുന്നുണ്ടെങ്കിലും അത് നമുക്കൊരു വേർഡായിട്ട് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ ഒരു വേർഡായിട്ട് കുട്ടി പറയുന്നത് ആ ഒരു 11 മന്ത്സിന്റെയൊക്കെ ആ ഒരു അവസാനത്തെ ഒരു സ്റ്റേജിലാണ് കുട്ടി ആദ്യത്തെ വാക്ക് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടോ ഇതിനകത്ത്? എന്തെങ്കിലും ഉണ്ടോ? ആരൊക്കെ ഉണ്ട് 6 മാസം തുടങ്ങി 11 മാസം വരെയുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാര് ഇതിനകത്ത്? ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരും തന്നെ ഇല്ല. റെസ്പോണ്ട് ചെയ്യുന്നില്ല, എന്താണ്? ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ, അപ്പൊ ഉണ്ടാവില്ല. റെസ്പോണ്ട് ഭയങ്കര കുറവാണല്ലോ. ഇങ്ങനെയാണോ എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ റെസ്പോൺസ് ഇല്ലാതിരിക്കോ? റെസ്പോണ്ട് ചെയ്യണ്ടേ നമ്മള് ചോദിക്കും. അങ്ങനെ ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ടല്ലേ നമ്മുടെ ക്ലാസ് പോവാ. ഞാൻ അങ്ങനെയാണ് പഠിപ്പിക്കുന്നേ. ഞാൻ ഒറ്റയ്ക്ക് മാത്രമല്ല പറയുന്നേ, നിങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കുകയും ചെയ്യും. ഒരു എനർജി ഇല്ലാത്ത പോലെ ഇരിക്കുന്നു. എല്ലാവർക്കും കുട്ടികളുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. എന്നാലും ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ? ഏതെങ്കിലും കുട്ടികളുടെ കണ്ടിട്ടുണ്ടാവില്ലേ? 6 മാസം തുടങ്ങി 11 മാസം വരെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചോദിച്ചത് അങ്ങനെയുള്ള ഞങ്ങളുടെ കുട്ടികളുള്ള കുട്ടികളൊക്കെ പേരൻസ് ഉണ്ടോന്നല്ലേ ചോദിച്ചത്? ഞങ്ങളുടെ കുട്ടികളൊക്കെ ചോദിച്ചത് ഇപ്പോ ഞങ്ങളുടെ കുട്ടികളൊക്കെ വലിയ കുട്ടികളായി, അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ പ്രായത്തിൽ ഇല്ലാന്ന് പറഞ്ഞത്. ഈ പ്രായത്തിലില്ല, വലിയ കുട്ടികളായി. അപ്പൊ മറന്നു പോയോ അന്നൊക്കെ എന്തായിരുന്നു? ഇല്ല ഓർക്കുന്നുണ്ട്. മിസ് പറയുമ്പോ എല്ലാം ഓർക്കുന്നുണ്ട്. ഇങ്ങനെ ഓർമ്മ വരുന്ന അല്ലേ? ശരി, സമ്മതിച്ചേരാം. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഒരു ബാച്ചിന് ഞാൻ ഈ ഒരു ടേബിള് അനലൈസ് ചെയ്തത് 5 ക്ലാസ്സുകളിലൂടെയാണ്. കാരണം അത്രയധികം ആ കുട്ടികൾക്ക് പറയാനുണ്ടായിരുന്നു. 5 ക്ലാസ്സിലാണ് മൊത്തം. അതായത് എനിക്ക് തോന്നുന്നു ഒരു ക്ലാസ്സിൽ തന്നെ ഈ ഒരു 2 സ്റ്റേജ് ഉണ്ടല്ലോ, അത് തന്നെ ഒരു ക്ലാസ്സിൽ ഫിനിഷ് ചെയ്യും. വീണ്ടും എന്താ പറയുക, ഡിഗ്രി കഴിഞ്ഞു. ഓക്കെ സാരല്ല, കുഴപ്പമില്ല. ഞാൻ ചോദിച്ചെന്നുള്ള റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഓക്കെ,
അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യ വാക്ക് പറയുന്നത് ഈ ഒരു പീരീഡിലാണെന്ന് പറഞ്ഞു. then അടുത്തൊരു എന്ന് പറഞ്ഞാല് 12 മാസം തൊട്ട് 17 മാസം വരെയുള്ള ഒരു കാലയളവാണ്. അപ്പൊ കുട്ടിക്ക് 12 മാസം എന്ന് പറയുമ്പോൾ എത്ര വയസ്സായി? 1 വയസ്സ്. 1 വയസ്സായി. 1 വയസ്സോടെ ഒരു 1.25 വയസ്സ് വരെ അത് നമുക്ക് കൂട്ടാം. 1.5 ആയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലെ? 1.5 ആയോ? ഇല്ല, 1 വയസ്സ് 5 മാസം. 5 മാസം ആയിട്ടുള്ളൂ. 1 വയസ്സും 5 മാസം. അപ്പൊ ആ ഒരു കാലഘട്ടത്തില് കുട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് കുട്ടി വേർഡ്സ് ഇല്ലാതെ മറുപടി പറയുന്നു. അതെങ്ങനെയാണ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് വേർഡ്സ് ഇല്ലാതെ മറുപടി പറയാ? വാക്കുകളിലല്ല. അതായത് നമ്മളിപ്പോ കുട്ടിയെ ചോറുണ്ണാനായിട്ട് വിളിക്കുകയാണെന്ന് വിചാരിക്കുക. കുട്ടി എങ്ങനെയാണത് ഇല്ല എന്ന് കാണിക്കുന്നേ? തലയാട്ടി കാണിക്കും, അല്ലെങ്കിൽ കൈകൊണ്ട് തടുക്കും വേണ്ടെന്നുള്ളത്. സമീറ ഒന്ന് പറഞ്ഞ, ഒരാള് പറഞ്ഞാ മതി. സമീറ പറഞ്ഞേ. എന്നൊക്കെ കാണിക്കും. ഇല്ലാതെ പറയാനായിട്ട് അല്ല എന്നുള്ള വേർഡ്. പിന്നെ എന്തെങ്കിലും വേണം ചെയ്യാന്ന് പറഞ്ഞ എന്നൊക്കെ പറയുള്ളൂ, അല്ലാതെ ഫുള്ളായിട്ട് പറയൂല. ഇതെടുക്ക് ഫുള്ളായിട്ട് പറയില്ല. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം കൈ നീട്ടിയിട്ട് അതിങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. യെസ്, അതായത് നമ്മള് കളിപ്പാട്ടൊക്കെ മുകളിൽ വെക്കുകയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷെൽഫിലൊക്കെ നമ്മൾ വെച്ച് കണ്ടു കഴിഞ്ഞാൽ അത് വേണം എന്നുള്ള രീതിയിൽ കൈ ചൂണ്ടിക്കാണിക്കും അല്ലെ? അത് വേണം. അതായത് ചിലപ്പോ വാക്കുകൾ എടുത്ത് പറയില്ല, എനിക്ക് വേണം എന്ന് പറയില്ല. അങ്ങോട്ട് നോക്കിയിട്ട് നമ്മളെ കൂടി അങ്ങോട്ട് നോക്കിപ്പിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യും? കുട്ടിയുടെ കൈ പോകും. അപ്പൊ അങ്ങനെയുള്ള ആക്ഷൻസും മറ്റുമൊക്കെയാണ് ഈ ഒരു സമയത്ത് കുട്ടി കാണിക്കുക കൂടുതലായിട്ട്. അതുപോലെ തന്നെ ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെയോ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട് 2 തുടങ്ങി 3 വരെയുള്ള വേർഡ്സ് കുട്ടി പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തി, കുട്ടിയുടെ റിലേറ്റീവ് ആവാം, അല്ലെങ്കിൽ അവരുടെ കുട്ടിയുടെ തന്നെ പാരന്റ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, കുട്ടിക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടമാവാം, അതിനെ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട് 2 or 3 വാക്കുകൾ കുട്ടി പറയുന്നു. പക്ഷെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ഇവിടെ ക്ലാരിറ്റി ഇല്ല. കുട്ടി വാക്കുകൾ പറയാം, 2 or 3 വേർഡ്സ് വെച്ചിട്ട് കുട്ടി സെന്റൻസ് ആയിട്ട് പറയാം, പക്ഷെ കുട്ടി പറയുന്ന കാര്യം നമുക്ക് വ്യക്തമാകണം എന്നില്ല. ശരിയല്ലോ? ശരിയാണോ പറഞ്ഞത്? 100% correct ആണ്. ആ ഒരു ഏജില് അവരൊരുപാട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. ചിലപ്പോ അവരെ കൂടെ നിൽക്കുന്നവർക്ക് വേണമെങ്കിൽ അവര് പറയുന്നത് എന്താന്ന് മനസ്സിലാവും. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വന്നാല് അവരെന്താ പറയണെന്നുള്ളത് നമ്മളോട് അവര് അഭിപ്രായം ചോദിക്കും. സാധാരണ രീതിയിൽ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പൊ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഒരു വ്യക്തിയുടെ പേര് കുട്ടി എങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവാം? അച്ഛൻ വിളിക്കുന്നൊക്കെ അച്ഛ അങ്ങനെ പറയില്ലേ? അച്ഛന്ന് മൊത്തം പറയാണ്ട് അച്ഛ, അത്ത, അത്താന്ത. ഓക്കെ, ശരിയാണ്. എന്റെ മോള് ഇപ്പൊ 2 വയസ്സാവാനായി. മാർച്ചിലേക്ക് 2 വയസ്സാവും. അവളെ ആ പ്രായത്തിലൊക്കെ ഞാൻ ഇക്കാന്ന് വിളിക്കുന്ന കേട്ടിട്ട് എന്റെ ഹസ്ബൻഡിന് ഇക്ക ഇക്ക എന്ന് പറഞ്ഞിട്ട് പറയും. അതുപോലെ തന്നെ വാപ്പിച്ചിന്ന് ആളുടെ മൂത്തൊരു കുട്ടി കൂടി ഉണ്ട്. അപ്പൊ അവള് വാപ്പിച്ചീന്ന് വിളിക്കുന്ന കേട്ടിട്ട് വാച്ചി വാച്ചി എന്ന് പറഞ്ഞിട്ട് വാപ്പിച്ചീന്ന് ഫുള്ള് പറയാനായിട്ട് കിട്ടില്ല. വാച്ചി വാച്ചി രണ്ടും വിളിക്കുന്നത് എന്റെ ഹസ്ബൻഡിനെ തന്നെ, ആളുടെ വാച്ചിനെ തന്നെയാണ്. പക്ഷെ 2 വാക്കും ആളെ തന്നെയാണ് വിളിക്കുന്നത്. പൂച്ചനെ മിയോ മിയാവ്, കാക്കനെ കാക്ക ഒക്കെ പറഞ്ഞു തുടങ്ങൂലേ മിസ്? എന്റെ മോളിങ്ങനെ ഈ പ്രായത്തിലും പൂച്ചനെ മിയു മിയു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നത്. ഇപ്പൊ നമ്മളും ഇങ്ങനെ മ്യാവു വരുന്നെന്ന് പറഞ്ഞ കൊടുക്കണതിന്റെ ആയിരിക്കും അവർ മിയു മിയു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ എന്താ പറയാ, അവര് പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാവണം എന്നില്ല, പക്ഷെ അവര് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്റെ കുഞ്ഞിന് 14 മാസമായേ. അവളാണെങ്കിൽ അതുതല്ല നമ്മൾ പറയുന്നതല്ല അതുപോലെ തന്നെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അച്ഛ, അമ്മ, ചേട്ടായി, ചേച്ചി, അങ്ങനെ നമ്മളെപ്പോഴും പറയുന്ന കാര്യങ്ങളെല്ലാം പറയും. പിന്നെ ആണെങ്കിൽ നമ്മൾ പറയണ കാര്യം ചെയ്യുകയൊക്കെ ചെയ്യും. ഫോൺ എടുത്തോണ്ട് വരാൻ പറഞ്ഞ ഫോൺ എടുത്തോണ്ട് വരും, തോർത്തെടുത്തോണ്ട് വരും. അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ? കുഞ്ഞിന്റെ പേരെന്താ? ആമി. ആമി. പക്ഷെ അവൾക്ക് ഇതുവരെ പല്ലൊന്നും വന്നില്ല. അവള് നേരത്തെ നടക്കാനും തുടങ്ങിയായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മള് പറയണ എല്ലാം അതുപോലെ തന്നെ സ്റ്റാർ, പിന്നെ സ്റ്റാറിലെ കളറുകള് അങ്ങനെ എല്ലാം പറയുകയൊക്കെ ചെയ്യും.
നോർമലി ഫസ്റ്റ് നടക്കുന്ന കുട്ടികൾക്ക് പല്ല് വരാൻ വൈകുന്നാ പറഞ്ഞേ. അത് ഉള്ളത് തന്നെയാണോ? എന്റെ മോള് ശരിയാണ്. 8 മാസം ആകുമ്പോൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അവൾക്ക് പല്ല് വന്നപ്പോ 1.5 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് അങ്ങനെ പറയാൻ? നമ്മള് കാരണവന്മാരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ആദ്യം പല്ല് വരുന്ന കുട്ടികൾ നടക്കാനായിട്ട് കുറച്ച് വൈകും, ആദ്യം നടക്കുന്ന കുട്ടികൾക്ക് പല്ല് വരാനായിട്ട് കുറച്ച് വൈകും, അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്റെ മോൾക്ക് രണ്ടും ഏകദേശം ഒരുമിച്ചായിരുന്നു. നടക്കാൻ തുടങ്ങുകയും ചെയ്ത് വേഗം തന്നെ പല്ലും ഇപ്പൊ നിറച്ച് പല്ല. 2 വയസ്സായിട്ടില്ല, 14 പല്ലും വന്നു. അതെ, നോർമലി അങ്ങനെയാണ് കണ്ടുവരുന്നത്. ഇപ്പൊ അപൂർവം ചില കേസുകളിലൊക്കെ എങ്ങനെയും വരാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ കുഞ്ഞിനൊക്കെ ആദ്യം പല്ലാണ് വന്നത്. അതിനുശേഷം 1 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ്, പിന്നെ 1.5 വയസ്സ് ആവാറായപ്പോഴാണ് നടന്നത് കുഞ്ഞ്. ഓക്കെ ഓക്കെ അപ്പൊ അത് പറഞ്ഞു നമ്മള്. പിന്നെ എന്താ പറയാ, ഒരു ദിവസം തന്നെ 4 മുതൽ 6 വേർഡ്സ് വരെയുള്ള കാര്യങ്ങൾ കുട്ടി പറയാറുണ്ട്. അതായത് 4 മുതൽ 6 വേർഡ്സ്, 4 to 6 വേർഡ്സ് വരെ കുട്ടി ഒരു ദിവസം പ്രൊനൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഏത് ഏജിലുള്ള കുട്ടികള്? 12 മാസം തുടങ്ങി 17 മാസം വരെയുള്ള കുട്ടികൾ കേട്ടോ. അപ്പൊ അതാണ് ഇതിനകത്ത് പറയുന്നത്. അത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ മെയിൻ ആയിട്ട് ഇതിനകത്ത് നമ്മൾ നോക്കുന്നത്, കുട്ടി ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെയോ ലേബൽ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ 2 മുതൽ 3 വേർഡ്സ് വരെ കുട്ടി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആകണമെന്നില്ല, നിർബന്ധമില്ല. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് ഗ്രൂപ്പ് ആയിരിക്കും? അപ്പോ നമ്മളിപ്പോ 12 to 17 ആണ് പറഞ്ഞത് അല്ലെ, 12 to 17 ആണ് പറഞ്ഞത്. അടുത്ത ഒരു ഏജ് ഗ്രൂപ്പ് ഏതായിരിക്കും? അപ്പൊ അടുത്ത കുട്ടിയുടെ പ്രായം 18 to 23, 18 months to 23 months ആണ് കേട്ടോ പറയുന്നത്. ഇനി ഞാൻ 18 തുടങ്ങി 23 മാസം പ്രായമായിട്ടുള്ള കുട്ടികളുള്ള ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഓക്കെ, ഈ ഒരു സമയത്ത് കുട്ടി 50 വേർഡ്സ് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, 50 വേർഡ്സ് പറയാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് എന്താ പറയാ, നമുക്ക് ക്ലിയർ ആവണം എന്നില്ല. ശരിക്കും പറഞ്ഞാൽ പ്രൊനൗൺസിയേഷൻ ക്ലിയർ ആയിട്ടുള്ള ആ ഒരു പീരീഡ് വന്നിട്ടില്ല കുട്ടിയുടെ. പിന്നെ ഈ ഒരു സ്റ്റേജിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല്, കുട്ടി കഴിക്കുന്ന ഭക്ഷണങ്ങള് കുട്ടി പേരെടുത്ത് ചോദിക്കും. കുട്ടിക്ക് നമ്മൾ എന്തൊക്കെ ഫുഡ് കൊടുക്കും സാധാരണ? എന്തൊക്കെ ഫുഡ്സ് ആണ് കുട്ടികൾക്ക് കൊടുക്കുക? ദോശ, ഇഡലി, കുറുക്ക് കൊടുക്കും, ചോറ് കൊടുക്കും അല്ലെ, 1 വയസ്സ് മുതൽ എല്ലാം കൊടുത്തു പാല് തുടങ്ങി. കൊടുക്കാം, ഇതൊക്കെ കൊടുക്കുക അല്ലെ. ഇപ്പൊ ഇതൊക്കെ കുട്ടിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പറയുമ്പോഴറിയാം ഈ ഒരു ഇതാണ്, ഈ ഒരു ഫുഡിന്റെ പേര് ഇതാണ്. പാലെന്നൊക്കെ പറഞ്ഞാല് ചിലപ്പോ ചില കുട്ടികൾ പാലെന്നാണോ പറയാ? എങ്ങനെയാ പറയാ? ഇങ്ക് എന്നൊക്കെ അല്ലേ പറയാ? കുറുക്കിന് എനിക്ക് എന്റെ തോന്നുന്നു മോള് ഇങ്ക് പറയാ. പാലാന്നായിരുന്നു പറഞ്ഞത്. പാല, പാല, പാലെന്ന് ചിലപ്പോ പറയണം എന്നുണ്ടാവില്ല. അപ്പൊ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വേർഡ്സ് ആണ് അവർ ഉപയോഗിക്കുക. കുട്ടികള് അധികം ഫുഡായിരിക്കൂല ചോദിക്കുക. എന്റെ ഒരു അഭിപ്രായത്തിൽ അവർക്ക് എപ്പോഴും മിഠായി, അല്ലെങ്കിൽ മിഠായിക്ക് അങ്ങനെ മിഠായി എന്ന് പറയില്ലെങ്കിലും ടായി എന്ന് പറയാണ് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഫുഡിനോടൊന്നും ഫുഡിനോട് ചിലപ്പം വേണ്ട, ചോറ് വേണമെന്ന് ചിലപ്പം പറയുണ്ടാവില്ല, ചോറ് വേണ്ടാന്നാവും പറയാ. വെള്ളം ചോദിക്കും, വെള്ളത്തിന് ഉമ്പ് ചോദിക്കും, ഉമ്പൂന്ന് ചോദിക്കും. ഉമ്പം എന്നൊക്കെ പറയുന്നു എനിക്ക് തോന്നുന്നു. ഉമ്പം. എന്റെ മോൾക്ക് മമ്മം വേണമെന്ന് അങ്ങനെ പറയുമായിരുന്നു. വെള്ളം അല്ലെങ്കിൽ അങ്ങനെ കുടിക്കാനുള്ള സാധനങ്ങളിലൊക്കെ മമ്മം വേണമെന്നാണ് പറഞ്ഞിരുന്നത്. വേർഡ് ക്ലിയർ ആയിട്ട് പറയില്ലായിരുന്നു. മമ്മം വേണം എന്നാണ് പറഞ്ഞിരുന്നത് അല്ലെ. എന്താണ് ഫാത്തിമ പറയാനുള്ളത്? എന്റെ മോള് വെള്ളത്തിന് മമ്മം എന്നാണ് പറയാ. അതുപോലെ ഉറക്കം വരുമ്പോൾ എപ്പോഴും പാല് കുപ്പിയില് ഫീഡിംഗ് ബോട്ടില് പാല് കുടിച്ചിട്ട് ഉറക്കം വന്ന അപ്പം പറയും പാല 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 പാല് കുടിച്ചിട്ടേ ഉറങ്ങുള്ളൂ. ഓക്കെ, അപ്പോ ഇതാണ് ഒരു പ്രത്യേകത. സാധാരണ കുട്ടിക്ക് കൊടുക്കുന്ന ഫുഡിന്റെ നെയിംസ് അല്ലെങ്കിൽ അതിന്റെ പേരെടുത്ത് പറയാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ എന്തെല്ലാം പ്രൊനൗൺസിയേഷൻ ക്ലിയർ അല്ല കേട്ടോ. അവർ പറയുന്ന ചരണം വ്യക്തമാവില്ല. ഇപ്പൊ വെള്ളം എന്നൊക്കെ പറയുന്നതിന്, അല്ലെങ്കിൽ പാൽ എന്നൊക്കെ പറയുന്ന ഇമ്പം അല്ലെങ്കിൽ ഇങ്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുട്ടികൾ പറയുക. പക്ഷെ അത് പാരന്റ്സിന് മനസ്സിലാവും കുട്ടി ഇതാണ് ചോദിക്കുന്നതെന്ന്. മറ്റുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. പക്ഷെ പാരന്റ്സിന് കുട്ടി എന്താണെന്ന് പറയുന്നതെന്ന്, എന്താണ് ചോദിക്കുന്നതെന്ന് വ്യക്തമായിട്ട് ക്ലിയർ ആവും. കാരണം എന്താ, ഏറ്റവും കൂടുതൽ അവരോട് സ്പെൻഡ് ചെയ്യുന്നത് പാരന്റ്സ് അല്ലേ. അതുകൊണ്ട്
അവർക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കേട്ടിട്ട് പറയുന്നുണ്ടത് പാപ്പു ചായ മാമു എന്നൊക്കെയാണ് പറയാന്ന്. അവനിപ്പോ 4 വയസ്സുണ്ട്, അവനൊന്ന് ക്ലാസ്സിന് പോയിട്ടില്ല. അപ്പൊ ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോ അവൻ പറയുന്നത് പാപ്പു ചായ മാമു എന്നൊക്കെയാണ്. പാപ്പു ചായ മാമു മാമു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള വേർഡ്സുകൾ ഉപയോഗിക്കും. പിന്നെ പൂച്ചനെയൊക്കെ കാണുമ്പില്ലേ, നമ്മുടെ ക്യാറ്റ് ഉണ്ടല്ലോ, അതിനെയൊക്കെ കാണുമ്പോ മൂ മൂ എന്ന് ശബ്ദം ഉണ്ടാക്കാറുണ്ട്. ഉണ്ടോ? പട്ടിനെയൊക്കെ കാണുമ്പോ എങ്ങനെയാണ്? ഡോഗ്. ബോബോ ബോബോ. അത് തന്നെ. അങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു സമയത്താണ് കേട്ടോ. അവർക്ക് എന്താ പറയാ, പൂച്ചാന്ന് ശരിക്കും പറഞ്ഞാൽ എടുത്ത് പറയാൻ അവർക്ക് അറിയില്ല. പക്ഷെ അതിനെ അവർ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മളൊരു എന്താ നമ്മൾ പറയാണ് ദേ അവിടെ പൂച്ച പോകുന്നു, അല്ലെങ്കിൽ അത് പോകുന്നു. നമ്മളും പറയാറുണ്ട് ചിലപ്പോൾ മൂ പോകുന്നു, അല്ലെങ്കിൽ ഇതേ ബൗബോ ബൗബോ കുഞ്ഞുങ്ങളോട് നമ്മളും പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ അതവർ അങ്ങനെ തന്നെ പഠിച്ചിട്ട് അതിനെ കാണുമ്പോൾ അങ്ങനെയുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് അത് ഈ ഒരു 18 to 23 months എന്ന് പറയുന്നത്. പിന്നെ അതുപോലുള്ള പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് എന്റെ അല്ലെങ്കിൽ ഞാൻ, അങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ കുട്ടി പറയാനായിട്ട് തുടങ്ങും. എന്റെ, ഞാൻ, എന്റേത്. കുട്ടിയുടെ ഒരു കളിപ്പാട്ടം അവിടെ ഇരിക്കുകയാണ്, ചേട്ടൻ അത് മേടിച്ചു വെച്ചു എന്ന് വിചാരിക്കുക. കുട്ടി പറയും അത് എന്റേതാണ്, അത് എന്റെ കളിപ്പാട്ടമാണ്, എടുക്കണ്ട, എന്റെ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, കുട്ടി പറയാനായിട്ട് തുടങ്ങും. അങ്ങനെ 2-3 കുട്ടികളുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇവിടെ? ഉണ്ടോ? ഉണ്ട്. കളിപ്പാട്ടങ്ങളൊക്കെ എടുക്കുമ്പോൾ കുട്ടികൾ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാവാറില്ലേ? അപ്പൊ ഇളയ കുട്ടി എന്താ പറയുന്നേ? അപ്പോഴന്നെ അത് കറക്റ്റ് ആവും. നമ്മൾ ഇടപെടാൻ പോയിട്ടില്ലെങ്കിൽ ചിലപ്പോ അവിടെ കൊലപാതകം നടക്കും. അത്രയ്ക്ക് അടിയായിരിക്കും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്നെ മടിയിൽ കയറി നിൽക്കുന്നുണ്ട്. മാത്രം സഹിക്കാൻ പറ്റത്തില്ല. എന്താണ് എമിലി? അടി മാത്രം സഹിക്കാൻ പറ്റത്തില്ല, നോക്കിയിരിക്കണം രണ്ടുപേരെ നോക്കിയിരിക്കണം അല്ലേ? ഇവിടെ അതുപോലെ ചെറുതാണ് വലിയ ആള് തിരിച്ചൊന്നും ചെയ്യില്ല. ചെറുത് വലിയ ആൾ എന്തെങ്കിലും എടുത്താൽ അപ്പ പോയി തട്ടിപ്പറിച്ചിട്ട് ഇഞ്ചി എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ചു വാങ്ങും. അപ്പൊ എന്താ പറയാ, കുട്ടിക്ക് മനസ്സിലാവാനായിട്ട് തുടങ്ങുകയാണ്. അതായത് അത് എന്റെ കളിപ്പാട്ടമാണ്, അത് എന്റെ ഭക്ഷണമാണ്, അല്ലെങ്കിൽ എന്റേതാണ്, എന്റെ മാലയാണ്, എന്റെ വളയാണ്, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ എന്റെ ഉടുപ്പാണ്, എന്റെ ചെരുപ്പാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നൽ കുട്ടിക്ക് ഉണ്ടാവുന്നത് ഈ ഒരു പീരീഡ് കേട്ടോ. അപ്പൊ അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. പിന്നെ 2 വേർഡ്സ് തന്നിട്ട് അതിനെ എന്താ പറയാ കമ്പൈൻ ചെയ്യാനായിട്ട് തുടങ്ങും. 2 വേർഡ്സ് ഉപയോഗിക്കും, അതിനെ കൂട്ടിച്ചേർക്കാനായിട്ട് കുട്ടി തുടങ്ങുന്നത് ഈ ഒരു സമയത്താണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ അടുത്തൊരു ഏജ് എന്ന് പറയുന്നത് 2 to 3 years ആണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് കുഞ്ഞുങ്ങളുടെ കാര്യമാണ്. ഇനി കുറച്ചുകൂടി എന്താണ് അവർ ഇമ്പ്രൂവ് ആയി അല്ലെ. 2 വയസ്സ് തുടങ്ങി 3 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യമാണ് ഇനി പറയാനായിട്ട് പോകുന്നത് അല്ലെ. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക? 2 തുടങ്ങി 3 വയസ്സ് വരെയുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? അമ്മമാരുണ്ടോ? 3 വയസ്സിലേക്ക് പൂർത്തിയായി എന്റെ മോക്ക്. ആ ഒരു 2 തുടങ്ങി 3 വയസ്സ് വരെ കുഞ്ഞിന്റെ ആ ഒരു ഡെവലപ്മെന്റ് ഒന്ന് പറഞ്ഞേടാ. ലാംഗ്വേജിൽ ഉണ്ടാവുന്ന അവളെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങും. ഇപ്പം ടോയ്ലറ്റ് പോവുകയാണെങ്കിൽ തന്നെ അത് പാസ് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നറിയാം. പിന്നെ ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കൈ കഴുകും. ഭക്ഷണം കഴിച്ച പാട് വന്നിട്ട് കൈ കഴുകിയിട്ട് വായിൽ പുളുകൾ അങ്ങനെയൊക്കെ ആക്കണം എന്നുള്ളതൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താ, എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയും. ഇത്ര നാൾ നമ്മള് വേർഡ്സ് കറക്റ്റ് ആയിരുന്നില്ലല്ലോ, ഇപ്പൊ കറക്റ്റ് വേർഡ്സ് പറയും. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതൽ. എല്ലാ വാക്കുകളും നമ്മളെക്കാൾ കൂടുതൽ അവരത് നമ്മൾ ചെയ്യുന്നത് ഒരു പക്ഷെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. അവര് എന്തും നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് ഇന്നതാണ് എന്നുള്ളൊരു ഐഡന്റിഫിക്കേഷൻ അവർക്കുണ്ടാവും. അത് ഒബ്ജക്ട്സ് ആയിക്കോട്ടെ, മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അത് എന്തൊരു സാധനവും അതാണ് എന്നുള്ളൊരു ഐഡന്റിഫിക്കേഷൻ പവർ ആ ഒരു ടൈമിൽ ഉണ്ടാവും കുട്ടികൾക്ക്. ഇപ്പൊ സ്വന്തമായിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ അതൊക്കെ അവനവന്റേതാണ്. അല്ലെങ്കിൽ ഒരു സാധനം കണ്ടാൽ ആ വീട്ടിലുള്ളത് വേറെ ആരുടെ ആണെങ്കിലും അത് ഇന്നതാണ്, ഇന്ന ആളുടെ ആണ് എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരിക്കും.
പിന്നെ മോളൊക്കെയാണെന്ന് വെച്ചാല് എന്റെ ഫോണ് ഞാൻ എടുക്കാൻ പാടുള്ളൂ, അത് ഉമ്മയോ വേറെ ആരെങ്കിലും എടുത്താൽ അവിടെ അടി നടക്കും. അതേപോലെ തന്നെ അവരുടെ ഒബ്ജക്ട്സ് സാധനങ്ങൾ നമ്മൾ എടുത്താല് അവരെടുത്ത് പോയിട്ട് കംപ്ലൈന്റ് പറയും. അവരുടേത് അവനവന്റെ സാധനങ്ങൾ അവനെ എടുക്കണം, അല്ലെങ്കിൽ സൂക്ഷിക്കണം, ഉപയോഗിക്കണം എന്നൊക്കെയുള്ള ഒരു അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ, എന്താ പറയാ, കമ്പാരിസൺ ഒക്കെ ആ ഒരു ഏജിലുണ്ട്. സെന്റൻസ് ഫോർമേഷൻ, ചെറിയ ചെറിയ വാക്കുകൾ കൂട്ടിയിട്ട് സെന്റൻസസ് കോംപ്ലക്സ് ആയിട്ടല്ല, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന, ഇപ്പൊ അപ്പുറത്ത് പോയി അല്ലെങ്കിൽ എനിക്കത് വേണം എന്നുള്ള രീതിയിൽ ചെറിയ ചെറിയ സെന്റൻസസ് ഫോം ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ ചെറിയ ചെറിയ കളപ്പുകൾ കാട്ടാൻ തുടങ്ങും. ഓരെന്ത് കുരുത്തക്കേട് കളിച്ചിട്ടുണ്ടെങ്കിലും ചോദിച്ചാൽ പറയും ഞാനല്ല, ഞാനല്ലേ പറയും. അതിപ്പോ സ്വന്തം മൂത്ത ഏട്ടന്മാരുണ്ട്, അവരെ തലയിലേക്ക് കൊടുക്കാൻ നോക്കും. ഏട്ടനാ, ഏട്ടാ, വാവിയല്ലേ, വാവിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങ് പോരും. ചെറുതായിട്ട് പെൻസിലൊക്കെ കൊടുത്ത് വരയ്ക്കാനൊക്കെ ചെറുതായിട്ട് തുടങ്ങും ബുക്കിലൊക്കെ. നമ്മള് ഫുഡൊക്കെ കഴിക്കുന്ന ടൈം ആയാലും നമ്മൾ ടേബിളിലൊക്കെ കൊണ്ടുവച്ചാല് എല്ലാവരും വിളിച്ചിട്ട് വരും ഫുഡ് കഴിക്കാന്. വാ, ഭക്ഷണം കഴിക്കാൻ, ഇപ്പൊ രാവിലെ ആണെങ്കിൽ ചായ കുടിക്കാൻ വാ, ഉച്ചക്കാണെങ്കിൽ ചോറ് കഴിക്കാൻ വാ എന്ന് എല്ലാരും പോയി വിളിച്ചിട്ട് വരും. അവർക്ക് ആ ഒരു ടൈമില് നമ്മൾ ഫുഡ് കൊണ്ടുവന്ന് വെച്ചാൽ ഇപ്പൊ ഫുഡ് കഴിക്കാനുള്ള ടൈമായി, അപ്പൊ എല്ലാരും വിളിക്കണമെന്നും അവരെ പോയി വിളിക്കാനൊക്കെ ഉള്ള ഒരു ടൈം ഈ ഒരു ഏജിലാണ് വരിക. നോർമലി നമ്മളത് അവരെ പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ട്. നമ്മൾ ഫുഡ് എടുക്കുമ്പോ തന്നെ അവരോട് പറയും എല്ലാരും വിളിച്ചിട്ട് വാന്ന്. അപ്പൊ ഒരു കുറച്ച് ടൈം ആകുമ്പോ അവരെന്നെ നമ്മൾ പറയാതെ തന്നെ അവരെ വിളിച്ചിട്ട് വരും. ഇപ്പൊ ഫുഡ് കഴിക്കാൻ ഇപ്പൊ നമ്മൾ കിച്ചണിൽ നിന്ന് ഓരോന്ന് എടുക്കുമ്പോ പ്ലേറ്റ് അവര് കൊണ്ടുവയ്ക്കണം, അവർക്ക് ഗ്ലാസ് കൊണ്ടുവയ്ക്കണം, അങ്ങനെയുള്ള ഹെൽപ്പിംഗ് മെന്റാലിറ്റീസ് ഒക്കെ ഈ ഒരു ഏജിലാണ് വരുന്നത്. പിന്നെ മിസ് എപ്പോഴും ഒരു എൻഗേജ്ഡ് ആയിരിക്കൂലേ ഈ ഒരു ഏജില്? ഉറങ്ങണ സമയത്ത് മാത്രം റെസ്റ്റ് ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള സമയം ഫുൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. വെറുതെ ഇരിക്കില്ലല്ലോ ഈ പ്രായത്തില്. എന്റെ മോളൊക്കെ ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു. ലൈക്ക് അവള് 3 വയസ്സിലാണ് ഞങ്ങൾ LKG ചേർത്ത്. നോർമലി 4 വയസ്സ് കഴിഞ്ഞിട്ട് ആണല്ലോ കിൻഡർ ഗാർഡനിൽ ചേർക്കുന്നത്. ബട്ട് അവളെ സംബന്ധിച്ചോളം അവള് പെട്ടെന്നാണ് സംസാരിക്കാനും തുടങ്ങിയത്. എല്ലാ കാര്യങ്ങളും ഭയങ്കര പർട്ടിക്കുലർ ആയിരുന്നു. മേ ബി ചില കുട്ടികൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. പക്ഷെ മോൻ 4 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ്, അതും പ്ലേ സ്കൂളിൽ ഇട്ടപ്പോഴാണ് സംസാരിക്കാൻ തുടങ്ങിയത്. അതുവരെ ജസ്റ്റ് ഒരു വേർഡേ പറയുള്ളായിരുന്നു, അത്ത അത്ത, ഇതേ പറയുള്ളൂ. എന്റെ മോനും ഇങ്ങനെയായിരുന്നു. ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്ന ആള്. സംസാരമൊക്കെ നോർമലാണ്, പക്ഷെ ഭയങ്കര വൈകിയാണ് നടക്കാനും ഇതൊക്കെ ചെയ്തത്. പക്ഷെ ഒട്ടും വെറുതെ ഇരിക്കില്ല, ഫുൾ ടൈം ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ടായിരുന്നു ആളിരുന്നത്. അപ്പൊ എല്ലാവരും പറയുമായിരുന്നു ഡോക്ടറിനെ കാണിക്കണം എന്ന് വെച്ചാൽ ഒട്ടും വെറുതെ ഇരിക്കില്ല, ഫുൾ ടൈം എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ആയിട്ട്. അത് ഒന്നെങ്കിൽ പുറത്തു പോകണം, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും ഇപ്പൊ കുട്ടികൾ ഇപ്പൊ അമ്മയുടെ അടുത്ത് വന്ന് കുറച്ചു നേരമൊക്കെ ഇരിക്കൂലേ, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, ഫുൾ ടൈം. അപ്പൊ എനിക്ക് ആദ്യമൊക്കെ പേടിയായിരുന്നു, പക്ഷെ ഹസ്ബൻഡിന് ഇഷ്ടമില്ല ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകാൻ, കുട്ടികളല്ലേ കുഴപ്പമില്ല എന്നുള്ള ഇതില്. ഇപ്പൊ ആളൊക്കെ 7th ഇപ്പൊ പഠിക്കണത്. ഞാനിപ്പോ ആ സിറ്റുവേഷനിലാണ്. എന്റെ ചെറിയ കുട്ടി 2 വയസ്സാവണേ ഉള്ളൂ. പക്ഷെ അവൾ ഇതുപോലെ എല്ലായിടത്തും തെരഞ്ഞു കയറി ഒരു സെക്കൻഡ് അടങ്ങിയിരിക്കാന്ന് പറഞ്ഞാൽ പറ്റില്ല. സോഫമ്മ കയറും, സോഫമ്മ ജനലിൽ കയറും, അല്ലെങ്കിൽ ഷെൽഫിന്റെ മുകളിൽ കയറും. അത് ഇന്നിപ്പോ കാലത്ത് ഡ്രസ്സിന്റെ മറ്റേ ഇടുന്ന സ്റ്റാൻഡ് ഫുള്ള് വലിച്ച് അങ്ങനെ തന്നെ നെയ്ക്ക് മറിച്ചിട്ടു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത മനുഷ്യന് ഭയങ്കര ആക്റ്റീവാണ്, ഹൈപ്പറാണ്. എന്റെ മോനും അതെ, ടിവിയുടെ സ്വിച്ച് ഓഫ് ചെയ്യുക ഓൺ ആക്കുക. അപ്പൊ ഒരു കസേര അവിടെ വെച്ചു, അപ്പൊ അവൻ അത് തള്ളി നീക്കി. അപ്പൊ ആ കസേര മറിച്ചിട്ടു, അപ്പൊ അവനത് തള്ളി നീക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ 2 ദിവസം കൊണ്ട് അത് തള്ളി നീക്കാനും കൂടെ പഠിച്ചു. നമ്മൾ എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യുകയും ചെയ്യും. അതുപോലെ ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാണ്. പക്ഷെ ഹെൽപ്പ് കൂടി കൂടി നമുക്കത് പണിയാവും. കഴുകി വെച്ച പാത്രം കൊണ്ടേ സിങ്കിലിടുക, ഇതൊക്കെയാണ് ആളുടെ പണി. ഇതിൽ നിന്നൊക്കെ ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു എന്റെ മോൾ. അവള് 3 വയസ്സ് വരെ താഴെ ഇറങ്ങുകയേ ഇല്ലായിരുന്നു. ഫുൾ ടൈമും എടുത്തിട്ടാണ് നടക്കാറ്. അപ്പൊ മോനെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുമ്പോൾ മോളെ എടുത്തിട്ടാ പോവാ. മോളെ സ്കൂളിൽ ചേർത്തപ്പോ അവിടുത്തെ സൂപ്പർവൈസർ ചോദിച്ചു, അല്ല ഒരു കുഞ്ഞി ഉണ്ടായിരുന്നില്ലേ, ആ കുട്ടി എവിടെയും ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ കുട്ടിയാന്ന് ഇത്. ഈ കുട്ടിയാണോ, ആ കുട്ടീനെ സ്കൂളിൽ അതാണോ ചോദിച്ചു. ഭയങ്കര അത്ഭുതമായിരുന്നു. ഞാൻ പറഞ്ഞ ഞാൻ എടുത്തിട്ട് വരുന്ന കുട്ടിയാണ് ഇത്, അത് എപ്പോഴും എടുക്കുന്നത് കൊണ്ട് മനസ്സിലാവാനിട്ടാണ്, കുട്ടിക്ക് 4 years ആയി എന്ന് പറഞ്ഞു. ഓക്കെ,
ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? ഇപ്പൊ ഭയങ്കര എനർജറ്റിക് ആയി നിങ്ങൾ ഇപ്പൊ കേട്ടോ, ഭയങ്കര ആക്റ്റീവ് ആയി. ഇപ്പൊ ധാരാളം സംസാരിച്ചു, സമാധാനമായിട്ട്. ഞാൻ ഓർക്കായിരുന്നു പറയട്ടെ, പറയണോ? റംസിയ? കുട്ടികളുടെ കാര്യത്തിലാവുമ്പോ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവുന്നത് അമ്മമാര് തന്നെയായിരിക്കും. അവർക്ക് മക്കളുടെ കാര്യം പറഞ്ഞാൽ എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും മടുപ്പില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കേൾക്കുന്നവർ നീ ഒന്ന് നിർത്തുമെന്ന് പറഞ്ഞാലും പറയുന്നവർ ചിലപ്പോ ഒരു പക്ഷെ അത് നിർത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. അതാണ് ഇപ്പൊ ഓൾറെഡി നമ്മൾ ആ ഒരു ഏജ് നമ്മളവിടെ കുട്ടികൾ നടന്നത് അവരിൽ ഒന്നുമില്ലെങ്കിലും നമ്മൾ അവര് ചെറുതായി ചെയ്തിരുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നും ഇപ്പൊ നമ്മളെ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഒന്നാമത് ഇപ്പൊ എല്ലാവർക്കും നല്ല ആക്റ്റീവ് ആയിരിക്കാൻ തോന്നുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം വന്നുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. എന്റെ ഉറക്കമൊക്കെ എവിടെയോ പോയി. ഞാനൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. നമ്മൾ ഈ ഒരു ഏജിൽ 2 to 3 പറയുമ്പോഴും അവരുടെ കാര്യങ്ങൾ, അതായത് ഇപ്പൊ ബാത്റൂം കാര്യങ്ങളാണെങ്കിലും ടോയ്ലറ്റ് കാര്യങ്ങളാണെങ്കിലും മൂത്രമൊഴിക്കാനാണെങ്കിലും ഇപ്പൊ ബാത്റൂമിൽ പോവാനാണെങ്കിലും അവരത് പറയും. മൂത്രമൊഴിക്കും, മറ്റേത് അവര് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാവും ചിലപ്പോ പറയാ. ഈ ഒരു ഏജ് ആവുമ്പോ അവര് 3 വയസ്സാവുമ്പോ അത് പറയും. മൂത്രമൊഴിക്കാനുണ്ട്, ബാത്റൂമിൽ പോകണം, അല്ലെങ്കിൽ വാതിൽ തുറക്കാൻ അവർ തന്നെ ചെയ്യാം. ചിലപ്പോ വാതിൽ തുറക്കാൻ അവർക്ക് എത്തിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മളെ വിളിച്ചിട്ട് പോവും. ഓക്കെ, അപ്പോ എന്താ പറയാ, ഇനി ഞാൻ പറയാലോ. അതായത് കുട്ടികൾ കൂടുതൽ സംസാരിക്കും ഈ ഒരു പീരീഡിൽ, അല്ലെ? ഈ ഒരു സ്റ്റേജിൽ കുട്ടികൾ വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. ശരിയാണോ പറഞ്ഞത്? ഫോണൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരതിൽ കുറെ പറയും. കൂടുതലായിട്ട് കുട്ടി സംസാരിക്കും. അതുപോലെ തന്നെ എന്താ പറയാ, നമ്മള് ഭയങ്കരമായിട്ട്, അതായത് കുട്ടിക്ക് ഹാപ്പി ഉണ്ടാകുന്ന ഒരു കാര്യം കുട്ടിക്ക് ഉണ്ടായി കഴിഞ്ഞാല് കുട്ടി അത് എക്സ്പ്രസ് ചെയ്യും നല്ല രീതിയിൽ. ഇപ്പൊ കുട്ടിക്ക് ഒരു കളിപ്പാട്ടം കിട്ടിക്കഴിഞ്ഞാല് കുട്ടി ചിലപ്പോ ഭയങ്കരമായിട്ട് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? നമ്മള് ഒരു കളിപ്പാട്ടം കുട്ടിക്ക് ഇഷ്ടമുള്ളത് മേടിച്ചെടുക്കും, കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിരിക്കില്ലേ? കണ്ണൊക്കെ മേടിച്ച് മുഖമൊക്കെ എന്താണ് ഉയർത്തി അങ്ങനെ കുട്ടി എക്സ്പ്രസ് ചെയ്യില്ലേ? ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലാണ് കാണാനായിട്ട് സാധിക്കുക. പിന്നെ വലുതിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ വലിയ ജീവികൾ, എലിഫന്റ് എന്നൊക്കെ പറയുന്നത് വലിയ ജീവികളാണ്, അല്ലെ? അതിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു എക്സ്പ്രഷൻ ഉണ്ടാവും കുട്ടിക്ക്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എക്സ്പ്രഷൻ ഉണ്ടാവും നന്നായിട്ട്. അത് ഇഷ്ടപ്പെട്ട കാര്യം സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഒക്കെ പെട്ടെന്ന് അവരുടെ ഒരു സെക്കൻഡ് കൊണ്ട് അവർക്ക് അത് വരും. ഒരു സെക്കൻഡ് കൊണ്ട് വരും. ഭയങ്കരമായിട്ട് ഹാപ്പി കിട്ടിയാലും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സാഡ് ആയിട്ടുള്ള സന്ദർഭങ്ങളിലാണെങ്കിലും കുട്ടിയത് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും, മുഖത്ത് കാണാനായിട്ട് സാധിക്കും നമുക്ക്. കുട്ടി ദേഷ്യത്തിലാണ് അല്ലെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞൊരു സ്റ്റേജിൽ ഞാൻ പറഞ്ഞു എന്റെ എന്ന് പറയുന്ന ആ ഒരു ഇതാണ് കുട്ടി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു, അല്ലെ? പക്ഷെ ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ കുട്ടി നീ എന്ന് ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ എന്ന്, അല്ലെങ്കിൽ അവൾ, അവൻ, അവന്റെ, അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടല്ലോ, അതൊക്കെ കുട്ടി ഉപയോഗിക്കുന്നു, പറയുന്നു കുട്ടി. അവളാണ്, അവനാണ്, അവളാണ് എടുത്തുകൊണ്ട് പോയത്, അത് നീയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടി പറയാനായിട്ട് തുടങ്ങുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. പിന്നെ സംസാരം കൂടുതലാണ്. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് കൃത്യമായിട്ട് വരുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞു മുമ്പത്തെ സ്റ്റേജിൽ ചിലപ്പോ ക്ലാരിഫിക്കേഷൻ ഉണ്ടാവണമെന്നില്ല, പക്ഷെ ഈ സ്റ്റേജിൽ വരുമ്പോൾ കൂടുതൽ ക്ലാരിറ്റി ഉണ്ട്. ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ പാരന്റ്സിനെ കുട്ടി പറയുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, പക്ഷെ സ്ട്രേഞ്ചേഴ്സിനെ മനസ്സിലാക്കാൻ പറ്റില്ല. പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ കുട്ടി പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ വ്യക്തമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക, ക്ലിയർ ആകണമെന്നില്ല. പാരന്റ്സിന് കുട്ടി പറയുന്ന മനസ്സിലാവും, ഫാമിലി മെമ്പേഴ്സിന് മനസ്സിലാകും, പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ, ഇപ്പൊ റിലേറ്റീവ് ആരെങ്കിലും വന്നു കുട്ടി എന്താണ് പറഞ്ഞത് ചിലപ്പോ അതിന്റെ മീനിങ് അവർക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് ഇച്ചിരി പാടായിരിക്കും ഉണ്ടായിരിക്കുക. അതാണ് ഈ ഒരു 2 to 3 years വരെയുള്ള ആ ഒരു ഇതില് വരുന്നത് കേട്ടോ. ഇനി അടുത്തത് 3 to 4 years ആണ്. 3 to 4 years വരുമ്പോ എന്തൊക്കെയാ വരിക? അതായത് ഫുഡുകൾ, അതുപോലെ തന്നെ ക്ലോത്ത്സ്, ഇതൊക്കെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് കുട്ടി തുടങ്ങുന്നു. ഇപ്പൊ ആപ്പിള്, ഓറഞ്ച്, ബനാന, ഇതൊക്കെ ഫ്രൂട്ട്സ് ആണെന്ന് കുട്ടി ഐഡന്റിഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താ പറയാ, പലതരത്തിലുള്ള വെജിറ്റബിൾസ് ഉണ്ട്, അത് വെജിറ്റബിൾസ് ആണ്. ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ കുട്ടിയുടെ മുമ്പിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ കുട്ടി ഐഡന്റിഫൈ ചെയ്യും, ഇത് വെജിറ്റബിൾസ് ആണ്,
ഇത് ഫ്രൂട്ട്സ് ആണ്, ഇത് ഇന്ന വസ്ത്രങ്ങളാണ്, ഇത് ഫ്രോക്ക് ആണ്, അല്ലെങ്കിൽ അത് ചുരിദാറാണ്, അല്ലെങ്കിൽ സാരിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടി ഗ്രൂപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് 3 to 4 ഇയേഴ്സിലാണ്. പിന്നെ അതുപോലെ തന്നെ കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്നു, കളേഴ്സ് തിരിച്ചറിയുന്നു. ഇത് ഗ്രീൻ കളറാണ്, ഇത് യെല്ലോ കളറാണ്, റെഡ് കളറാണ്, ബ്ലാക്ക് ആണ് എന്ന് കുട്ടി തിരിച്ചറിയുന്നത് 3 to 4 ഇയേഴ്സിലാണ്. ഓക്കെ. പിന്നെ ചില സൗണ്ട്സുകൾ കുട്ടി ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെ സൗണ്ടാണ്? അതായത് കുറെ സൗണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അത് സ്ലൈഡിൽ കാണിച്ചു തരാം കേട്ടോ എന്താണെന്ന്. അപ്പൊ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്താൽ മതി. കുറച്ച് സൗണ്ടുകൾ കുട്ടി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ കുട്ടി, അതായത് ചില ലെറ്റർ ഒക്കെ കുട്ടി പറയുമ്പോൾ കുട്ടിക്ക് അതിനകത്ത് ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നില്ല. അതായത് കുട്ടി പറയുന്ന ലെറ്റർ കറക്റ്റ് ആയിട്ട് കുട്ടി പ്രൊനൗൺസ് ചെയ്യണം എന്നില്ല. മറിച്ച് അതിന്റെ ഫസ്റ്റ് ലെറ്റർ, മിഡിൽ ലെറ്റർ, ലാസ്റ്റ് ലെറ്റർ അതൊക്കെ മുറിഞ്ഞ് അതായത് കട്ടായി പോകുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ കുട്ടി പറയാം. ഒരു സെന്റൻസ് കുട്ടി പറയുമ്പോൾ ചിലപ്പോൾ അതിന്റെ ഫസ്റ്റ് ലെറ്റർ അതിന് കട്ട് ചെയ്ത് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മിഡിൽ ലെറ്റർ പോയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. പിന്നെ ഈ സമയത്ത് കുട്ടി പറയുന്ന കാര്യങ്ങള് സ്ട്രേഞ്ചേഴ്സിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അവർക്ക് ഇത് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ കാറ്, അതുപോലെ തന്നെ എലിഫന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാല് അത് എന്താണ് അതിന്റെ കളറ്. ഇപ്പോ എലിഫന്റിന്റെ കളർ ബ്ലാക്ക് ആണ്, അത് വലുതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടി പറയും. പിന്നെ കാർ എന്ന് പറയുന്നത് കാറിന് ഇന്ന കളറാണ്, കാറ് റോഡിലൂടെയാണ് പോകുന്നത്, കാറിൽ എത്ര പേർക്ക് സഞ്ചരിക്കാം, എന്തിനാണ് കാർ ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള വാഹനങ്ങളുടെ വെഹിക്കിൾസിന്റെ ഉപയോഗങ്ങളൊക്കെ കുട്ടി പറയും. ശരിയാണോ ഞാൻ പറഞ്ഞത്? ആണോ? അതെ, പറയും. ഒരുപാടുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇപ്പൊ മിസ്സേ ഇത്രയും ആളുകൾ വണ്ടിയിൽ കേറുന്നത്, അതുപോലെ കളേഴ്സ് ഒക്കെ ഇത്ര കറക്റ്റ് ആയിട്ട് ഐഡന്റിഫിക്കേഷൻ കിട്ടുമോ എന്നുള്ളത് അറിയില്ല. ചിലതൊക്കെ പറയാറുണ്ട്. ഇപ്പൊ എന്റെ മോളിപ്പോ 3 to 4 അപ്പൊ എങ്ങനെയാണ് ഒന്ന് പറഞ്ഞേ, എന്തൊക്കെയാണ് കുട്ടി പറയാ? കുട്ടി കളേഴ്സ് തിരിച്ചറിയുന്നില്ലേ? കളേഴ്സ് നമ്മൾ പറഞ്ഞു കൊടുത്താലും കുറച്ചൊക്കെ അവള് പറയുന്നുണ്ട്. എന്നാലും അവൾക്ക് അതൊരു ക്ലാരിഫിക്കേഷൻ ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവളെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ പറയാത്തൊരു കാര്യമുണ്ട്. അവള് എല്ലാ സ്മെല്ലും ക്യാച്ച് ചെയ്യുന്നുണ്ട്, സ്മെല്ലുകൾ തിരിച്ചറിയുന്നുണ്ട്. എന്ത് സ്മെല്ലുണ്ടെങ്കിലും പുറത്തുനിന്ന് ആയാലും ഇന്ന സ്മെല്ല്, ഇപ്പൊ പൂക്കളാണെങ്കിലും നല്ല സ്മെല്ലുണ്ട്, ഒരു ബാഡ് സ്മെല്ല് ഉണ്ടെങ്കിൽ ഇവിടെ എന്താ ഇങ്ങനെ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞ് മൂക്ക് പൊത്തി പിടിക്കുന്ന ആ ഒരു ടെൻഡൻസി ചിലപ്പോ നമുക്ക് ആ സ്മെല്ല് കിട്ടിയിട്ടില്ലെങ്കിൽ അവൾക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അവളുടെ ഒരു കഴിവാണ് ആ ഒരു സ്മെല്ല് ഐഡന്റിഫിക്കേഷൻ എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ. പിന്നെ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഡ്രസ്സുകളായാലും അത് ഇന്നതാണ്, അങ്ങനെയുള്ള ഗ്രൂപ്പായിട്ട് എല്ലാതും തിരിച്ചറിയാം. അതൊക്കെ കറക്റ്റ് തന്നെയാണ്. പക്ഷെ ഞാൻ ഈ കളേഴ്സിന്റെ കാര്യം, അതേപോലെ വെഹിക്കിൾസിൽ എത്ര പേർക്ക് പോവാം എന്നുള്ള കൗണ്ടിങ് ഒക്കെ അത്ര കറക്റ്റ് ആവുന്നുണ്ടോന്ന് ഒരു സംശയം. കൗണ്ടിങ് കറക്റ്റ് ആവുന്നുണ്ടോന്ന് സംശയം അല്ലേ? ഓക്കെ. പല കുട്ടികളും ഡിഫറെന്റ് ആണ്. ഒരു കുട്ടിയുടേതായിരിക്കില്ല മറ്റൊരു കുട്ടിക്ക് ഉണ്ടായിരിക്കും. പൊതുവെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. കുട്ടി ഓരോ കാര്യങ്ങൾ, അതായത് ഒബ്ജക്ട്സിനെ അല്ലെങ്കിൽ വിവരിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഇതിപ്പോ കാറ് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആനിനെ കണ്ടു കഴിഞ്ഞാൽ, ഒരു എലിഫന്റിനെ കുറിച്ച് അവരോട് പറയാനായിട്ട് പറയുമ്പോൾ ചിലപ്പോൾ അവരത് പറയണം എന്നില്ല. അതായത് വാക്കാൽ പറയണം എന്നില്ല. ചിലപ്പോൾ അവർ വരച്ചാണ് കാണിക്കുക. വരച്ച് കാണിക്കുമ്പോൾ ചിലപ്പോൾ അവര് അതിന് ബ്ലാക്ക് കളർ കൊടുത്തേക്കാം. കാരണം അവർ കണ്ടു പരിചയിച്ചു വന്ന ഒരിതാണ്. അവർക്ക് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് എലിഫന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്കത് കൃത്യമായിട്ട് കിട്ടിയേക്കാം. അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് ചിലപ്പോ പൂക്കൾക്ക്, ഇപ്പൊ റോസാപ്പൂ, ഇതിന്റെ കൂടുതലാണ്, അല്ലെങ്കിൽ താമര, ലോട്ടസ്, ഇതിനൊക്കെ നമ്മൾ കളറ് പറഞ്ഞു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൊടുക്കണം എന്നുണ്ടാവില്ല, ചിലപ്പോൾ അത് കാണിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്ത് കുട്ടിയത് വരയ്ക്കാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെയുള്ള സൗണ്ട് ഇല്ലേ മിസ്സേ? സൗണ്ട് ഒരു വെഹിക്കിൾസിന്റെ സൗണ്ടുകൾ അവർ തിരിച്ചറിയുമല്ലോ പെട്ടെന്ന്. വെഹിക്കിൾസിന്റെ സൗണ്ട് തിരിച്ചറിയും അല്ലെ? അതായത് എനിക്ക് തോന്നുന്നു കുട്ടികൾ, പെൺകുട്ടികൾ, ആൺകുട്ടികളാകുമ്പോൾ, ആൺകുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു JCB ഭയങ്കര ക്രേസ് ആണ്.
ആൺകുട്ടികൾക്ക് പൊതുവെ കണ്ടുവരുന്ന ഒന്നാണ്. ഭയങ്കര വലിയൊരു അത്ഭുതം കൂട്ടാണ് JCB കുഞ്ഞുങ്ങൾ കാണുന്നത്. പെൺകുട്ടികൾക്ക് നേരെ തിരിച്ചാണ്. പെൺകുട്ടികൾ ചിലപ്പോൾ അതിനോടൊന്നും ക്രേസ് ഉണ്ടാവണമെന്നില്ല. അവർക്ക് ചിലപ്പോൾ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ ആയിരിക്കും അവർക്ക് ക്രേസ് ഉണ്ടാവുക. അപ്പോ അത്തരത്തിൽ എന്ത് ചെയ്യാം, കുട്ടികളെ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? ആ, ഡാൻസിനോട് ക്രേസ് ഉള്ള കുട്ടികളുണ്ട്, JCBയോട് ക്രേസ്. എന്നാൽ എനിക്ക് തോന്നുന്നത്, എനിക്ക് ഞാനൊക്കെ കണ്ടുവരുന്ന JCB ക്രേസ് ആണ് കൂടുതലുണ്ടാവുക. ഭയങ്കര വല്ല നമ്മളിപ്പോ ഉത്സവ പാടത്തും അതുപോലെ തന്നെ എന്തിനൊക്കെ പരിപാടികളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ JCB വന്നു കഴിഞ്ഞാല് അത് കാണിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര അതിശയാണ് ഉണ്ടാവുക. എന്താണിത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഏതോ വന്ന കൈയടക്കി പിടിച്ച പോലെയാണ് അതിനെ കാണുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവുക. പിന്നെ അതുപോലെ പെൺകുട്ടികൾക്ക് ഞാൻ പറഞ്ഞു ചിലപ്പോൾ പാട്ടും ഡാൻസും അല്ലെങ്കിൽ ഡ്രോയിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളോടായിരിക്കും പെൺകുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവുക. അപ്പൊ കുട്ടികൾക്ക് പിന്നെ പാവായിട്ടൊക്കെ കളിക്കാനായിരിക്കുള്ളൂ ഇഷ്ടം. ഡോളായിട്ടൊക്കെ കളിക്കാനായിരിക്കുള്ളൂ പെൺകുട്ടികൾക്ക് ഇഷ്ടം. ബോയ്സിന് എന്റെ മോൻക്ക് ഈ പറഞ്ഞ പോലെ JCB ഒക്കെ ഇഷ്ടമായിരുന്നു. എന്നിട്ട് അങ്ങനത്തെ ടോയ്സ് ഒക്കെ വാങ്ങിക്കൊടുത്തായിരുന്നു. JCB, ക്രെയിന്, അതൊക്കെ ആയിരുന്നു ഇഷ്ടം. പിന്നെ ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാനുണ്ടോ? പിന്നെ ഒരു കാര്യം പറഞ്ഞത്, വേർഡ്സ് പറയുമ്പോൾ അവര് റിപ്പീറ്റേഷൻ വരുന്നുണ്ട്, അതായത് ആവർത്തിക്കുന്നു. ഒരു കാര്യം തന്നെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും പറയുന്നു. അതായത് ഇപ്പൊ ഒരു കാര്യം അവർക്ക് വേണം എന്ന് പറയാം. ഇപ്പൊ എനിക്ക് ഡോള് വേണം എന്ന് കുട്ടി പറയാണ്. അപ്പൊ അമ്മ പറയാണ് ആ ഡോള് വാങ്ങിച്ചു തരാം. അപ്പൊ വീണ്ടും വീണ്ടും എനിക്ക് ഡോള് വേണം, എനിക്ക് ഡോള് വേണം, എനിക്ക് ഡോള് വേണം. അങ്ങനെ ആ വേർഡ്സ് അല്ലെങ്കിൽ ആ സെന്റൻസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഉണ്ട്. റിപ്പിറ്റേഷൻ വരുന്നത് ഈ ഒരു പീരീഡിലാണ് കേട്ടോ. ഒരു കാര്യം സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാല് അത് സ്വന്തമാക്കുന്നത് വരെ എന്ത് ചെയ്യും, പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനെയാണ് റിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ പിന്നെ മിസ്സേ, നമ്മള് എന്തെങ്കിലും കാര്യം അവർ പറയുന്നത് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും പിന്നെ നമ്മൾ മനസ്സിലാക്കുന്ന വരെ അത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കിപ്പോ അവര് പറയുന്നത് എന്താന്ന് ചിലപ്പോ അവർ പറയുന്ന വേർഡ്സ് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ്ലി ക്ലിയർ ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ അവര് പിന്നെയും പിന്നെയും ഒന്നിലേക്ക് അത് തൊട്ട് കാണിച്ചിട്ടോ അല്ലെങ്കിൽ ചൂണ്ടി കാണിച്ചിട്ടോ നമുക്ക് മനസ്സിലാവുന്ന വരെ അത് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, അവർക്ക് ഇമാജിനേഷൻ പവർ. ഇപ്പൊ നമ്മള് അവർക്ക് ഇതേപോലെ ടോയ്സ് എന്തെങ്കിലും കൊടുത്ത് അവര് കളിക്കുകയാണെങ്കിൽ അവരുടെ ഒരു 10 മിനിറ്റ് നമ്മൾ അവർ ശ്രദ്ധിച്ചാൽ കാണാം ഒരു വലിയൊരാള് ബിഹേവ് ചെയ്യുന്ന പോലെ. ഇപ്പൊ എന്റെ മോള് ഒരു ഡോള് വെച്ച് കളിക്കുകയാണെങ്കിൽ ആ ഡോളിനെ കെയർ ചെയ്യുക. ആക്സിഡന്റ് ആവുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, അപ്പൊ സൂചി വെക്കുന്ന ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന ആ സമയത്ത് ഒരു അമ്മക്ക് ഉണ്ടാവുന്ന ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ അടക്കം ഇമാജിൻ ചെയ്ത് അത് എന്താ പറയാ ഒരു കളിക്കുന്ന ഒരു രീതി തന്നെ നമ്മള് ഒരു വലിയൊരാളെ എങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാന്ന് അവർക്ക് പറ്റുന്നുണ്ട്. കുട്ടികളെ കെയർ ചെയ്യുന്ന രീതി അത് തന്നെ, ഫുഡ് കൊടുക്കുക. അപ്പൊ അവര് കളിക്കുകയാണ്, പക്ഷെ നമ്മൾ വലിയൊരാൾ ഒരു കുട്ടിയെ എങ്ങനെ കെയർ ചെയ്യുന്നോ അതുപോലെ ആ ഒരു മാനറിസം ആണെങ്കിലും എക്സ്പ്രഷൻ ആണെങ്കിലും അവർക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോ സ്ലൈഡ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇനി ടൈം ഇല്ല. അപ്പോ ഇനി ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എനിക്കറിയില്ലായിരുന്നു, ഞാൻ പ്രത്യേകം പറയാണ് നിങ്ങളോട്, എനിക്കറിയില്ലായിരുന്നു ലാംഗ്വേജ് ഡെവലപ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു so much. I have a compliment for you. You are very pleasant and energize us. I have a compliment for you. You are very pleasant and energize us. Okay, thank you so much. ആക്ച്വലി ഞാൻ എപ്പോഴും ക്ലാസ്സിൽ എല്ലാ ക്ലാസ്സിലും റെസ്പോണ്ട് ചെയ്യാറുണ്ട്. പക്ഷെ കുറച്ച് ദിവസമായിട്ട് നല്ല സുഖമില്ല. സംസാരിക്കുമ്പോ വല്ലാതെ ചുമ വരുന്നുണ്ട്. അതാണ് ഇന്ന് സൈലന്റ് ആയിട്ട് ഇരുന്നത് മാക്സിമം. ഓക്കെ, എനിവേ താങ്ക് യു ടീച്ചർ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാനും പുതിയ കുട്ടികളാണ്. കുറെ കുട്ടികളെ PGക്ക് കുറെ കുട്ടികളുണ്ട്. ആരൊക്കെയാണ് PGക്ക് ഉള്ളത്? PGക്ക് എത്ര പേരുണ്ട് ഇതിനകത്ത്? അറ്റൻഡ് ചെയ്തിട്ടില്ല. PG കുട്ടികൾക്ക് തന്നെ അറിയാം. ഓൾറെഡി 2 ക്ലാസ്സുകൾ കഴിഞ്ഞതാണ്. ബാക്കിയുള്ള കുട്ടികൾക്ക് ഞാൻ പറഞ്ഞല്ലോ. എനിക്കും പുതിയ ക്ലാസ് ആണ്. കാരണം ആദ്യം തുടങ്ങിയില്ലല്ലോ ഞാൻ നിങ്ങൾക്ക്. ഇടയ്ക്ക് ഒരു ബ്രേക്ക് വെച്ചിട്ടല്ലേ വന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇനിയുള്ള ക്ലാസ്സിലൊക്കെ കൂടുതലായിട്ട് പരിചയപ്പെടാം കേട്ടോ. ഓക്കെ.
ഓക്കെ, താങ്ക് യു. ബട്ട് ഓഫീസ് സ്കൂൾ ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ സ്റ്റുഡൻസിനെ ഹാൻഡിൽ ചെയ്യുമായിരുന്നു. അതിന്റെ ഒരു പാർട്ടായിട്ട് ഐ ഹാഡ് ടു ഹാൻഡിൽ സോ മെനി സ്റ്റുഡൻസ്. ടീച്ചറുടെ വീട് എവിടെയാ? ഹാവ് എ നൈസ് ഡേ. ടീച്ചറുടെ വീട് എവിടെയാണ്? എന്റെ വീട് എറണാകുളത്ത് നോർത്ത് പറവൂരിലാണ് വീട്. ഓ, നമ്മുടെ ജിഷ ടീച്ചറുടെ വീടും നോർത്ത് പറവൂരല്ലേ? അതെ അതെ, ജിഷ് ടീച്ചറുടെ വീടും നോർത്ത് പറവൂരാണ്. ഓക്കെ, ഞങ്ങളെല്ലാം നോർത്ത് പറവൂരാണ് കേട്ടോ. യെസ്, ഓക്കെ ടീച്ചർ, ഐ ആം ഇൻ കണ്ണൂർ. ഇനി എന്തെങ്കിലും ഉണ്ടോ? കലാപരിപാടികൾ എന്തെങ്കിലും ഉണ്ടോ? അവസാനിപ്പിക്കാൻ പോവാണ്. No teacher, anyway, thank you, have a nice day. Okay, thank you so much. Bye. Thank you, Miss. Thank you, ma'am. Thank you, ma'am. Thank you, Miss.